എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകൾ, ഡോക്ടർ ഉമാദത്തന്റെ ഒരു കേസ് ഡയറിയാണത്. അപ്പോൾ അതിലെ 35-ാമത്തെ അധ്യായം വനത്തിലെ അസ്ഥികൂടം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് കുറച്ച് കുറവാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു ഉപകാരമാണത്. തുടർന്ന് വീഡിയോ ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടണുള്ള ഒരു പ്രസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രമസമാധാന പാലനത്തിലും ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിലും കേരളം മുൻപന്തിയിലാണെന്ന് നിസ്സംശയം പറയാം. പ്രഗത്ഭരായ ഭരണാധികാരികളുടെയും പോലീസ് മേധാവികളുടെയും ശ്രമഫലമായി വാർത്തെടുക്കപ്പെട്ട നമ്മുടെ പോലീസ് സേനയിൽ അന്യ സംസ്ഥാനക്കാരായ നിരവധി നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരിൽ ഒരാളായിരുന്നു ശ്രീ അരുൺകുമാർ സിൻഹ. അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൽ IG ആയി സേവനമനുഷ്ഠിച്ചിരുന്നു. സമർത്ഥനായ സിൻഹ ഡോക്ടർ ഉമാദത്തിന് ഏറെ സ്നേഹബഹുമാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടായി ജോലി നോക്കുന്ന കാലത്ത് പല കേസുകളുടെയും അന്വേഷണത്തിൽ ഡോക്ടർ ഉമാദത്തിന് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു പകൽ മാത്രം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഒരു രഹസ്യ കൊലപാതകം തെളിയിക്കുവാനും കുറ്റവാളിയെ കണ്ടുപിടിക്കുവാനും കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് ഇവിടെ ഡോക്ടർ ഉമാദത്തൻ വിവരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് സിൻഹയുടെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. അത്യാവശ്യമായി കൊല്ലം വരെ ഒന്ന് വരണം. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ചണ്ണപ്പേട്ടയ്ക്കടുത്ത് മീൻകുളം വനാന്തരത്തിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് വിവരം നൽകിയത്. അത് പരിശോധിക്കുന്നതിനായി അദ്ദേഹം പോകുന്നുണ്ട്. ഡോക്ടർ ഉമാദത്തൻ കൂടി ചെന്നാൽ നന്നായിരുന്നു. ഇതായിരുന്നു അരുൺ സിൻഹയുടെ മെസ്സേജ്. ഇത്തരം പരിശോധനകളിൽ ഡോക്ടർക്ക് വളരെ താല്പര്യമുണ്ടെന്ന് സിൻഹയ്ക്കറിയാം. ഡോക്ടറിന്റെ ആരാധ്യ പുരുഷനായ കുറ്റാന്വേഷണത്തിൽ ഇതിഹാസം രചിച്ച പ്രൊഫസർ സിഡ്നി സ്മിത്തിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അഞ്ചലിലേക്ക് യാത്ര പുറപ്പെട്ടു. SP അരുൺകുമാർ സിൻഹയും സംഘവും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു. സമയം ഒട്ടും കളയാനുണ്ടായിരുന്നില്ല. ഉച്ചയോടെ ചണ്ണപ്പേട്ട എത്തി. അവിടെ എത്തിയപ്പോൾ പുനലൂർ SP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ, അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ SI, പോലീസുകാർ എന്നിവരുടെ ഒരു വലിയ സംഘം ഈ ടീമിനെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അസ്ഥികൂടം കാണപ്പെട്ട സ്ഥലം റിസർവ് വനത്തിന് ഉള്ളിലായിരുന്നു. കുറേ ദൂരം കാടിനുള്ളിലേക്ക് നടക്കണം. സംഘം ചേർന്നുള്ള യാത്ര വളരെ രസകരമായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘവും പോലീസ് ടീമിനെ അനുഗമിച്ചു. കാട്ടാനയും കാട്ടുപോത്തും ഒക്കെയുള്ള സ്ഥലമാണെന്ന് അവർ പറഞ്ഞു. വനപാലകരുടെ കണ്ണുവെട്ടിച്ച് മാനിനെയും കാട്ടുപോത്തിനെയും വെടിവെക്കുന്നതിനായി ഒളിവേട്ടക്കാർ കാടിനുള്ളിൽ സ്ഥിരം കിടക്കാറുണ്ട്. അതിലൊരാളാണ് ചുട്ടിപ്പാറയ്ക്ക് സമീപം അസ്ഥികൂടം കിടക്കുന്നത് ആദ്യമായി കണ്ടത്. അയാൾ വിവരം ഫോറസ്റ്റുകാരെ അറിയിച്ചു. അവർ സ്ഥലത്ത് പോയി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറെ അറിയിച്ചത്. ഞങ്ങൾ വനാന്തര ഭാഗത്തേക്ക് കുറേ ദൂരം നടന്നപ്പോൾ ഒരു വലിയ പാറക്കൂട്ടം കണ്ടു. നിരവധി ഉയരമുള്ള പാറകൾ ചേർന്ന് നിൽക്കുന്നു. ആ പാറക്കൂട്ടത്തിന് ചുട്ടിപ്പാറ എന്ന പേര് എങ്ങനെ കിട്ടി? ഡോക്ടർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. അവർക്കതറിയില്ലായിരുന്നു. അവിടം ഒളിനായാട്ടുകാരുടെ വിഹാരരംഗമാണ്. ഒരു ചെറിയ പാറയുടെ പുറത്ത് കുറേ എല്ലുകൾ കണ്ടു. കാട്ടുപോത്തിൻ്റെതാണെന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞു. അസ്ഥികൂടം 2 പാറകളുടെ ഇടയിലായിരുന്നു. അസ്ഥികൂടം കിടന്നിടത്തെ വള്ളിപ്പടർപ്പെല്ലാം മാറ്റി സ്ഥലം പരിശോധനയ്ക്ക് സജ്ജമാക്കിയിരുന്നു. വനാന്തർഭാഗമായതിനാലാവാം നാട്ടുകാരായി അധികം പേർ അവിടെ ഉണ്ടായിരുന്നില്ല. വനവിഭവങ്ങൾ ശേഖരിക്കാൻ നടക്കുന്ന ഏതാനും ആളുകളും വനാതിർത്തിയിലെ കോളനിയിലുള്ള കുറേ പേരും മാത്രമേ പോലീസിനെ കൂടാതെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വഴിയൊരുക്കുവാനും വള്ളിപ്പടർപ്പുകൾ മാറ്റുവാനും അവരുടെ സഹായം കിട്ടിയതും ഒരു വിധത്തിൽ പോലീസ് ടീമിന് വളരെയേറെ ഉപകാരമായി. ഡോക്ടറും SP-യും പാറയുടെ മുകളിൽ കയറി. പാറയിടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തുവാൻ കഴിയുമായിരുന്നില്ല. മുകളിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ ശവശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനായി. മാംസമെല്ലാം അഴുകി അസ്ഥികൾ ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു.
അസ്ഥികൾക്കിടയിൽ ഒരു ലുങ്കിയുടെയും ഷർട്ടിന്റെയും ദ്രവിച്ച അവശിഷ്ടങ്ങൾ കാണാമായിരുന്നു. ഗിരിവർഗക്കാരിൽ ഒരാളും ഒരു പോലീസുകാരനും പാറയിടുക്കിലിറങ്ങി അസ്ഥികൾ ശേഖരിക്കുവാൻ നിർദ്ദേശിച്ചു. ആളുകൾ ഒരു ചങ്ങല പോലെ പാറയുടെ പല സ്ഥലങ്ങളിൽ നിന്നും അസ്ഥികൾ മുകളിലെത്തിച്ചു. ഡോക്ടർ പോലീസുകാരനോട് പാറക്കൂട്ടത്തിന് താഴെ ഒരു പായ വിരിക്കാൻ പറഞ്ഞു. ഡോക്ടർ അസ്ഥികൾ ഓരോന്നും തമ്മിൽ ചേരേണ്ട മുറയ്ക്ക് പായയിൽ നിരത്തി ഏതാണ്ട് പൂർണ്ണമായൊരു അസ്ഥികൂടം പുനഃസൃഷ്ടിച്ചെടുത്തു. അഴുകിയ ശരീരത്തിൽ നിന്നും അസ്ഥികൾ ആരോ പെറുക്കിയെടുത്ത് ഓരോന്നായി മാറ്റിയിട്ടതുപോലെയാണ് പാറയിടുക്കിൽ അസ്ഥികൾ കാണപ്പെട്ടത്. പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് മൃതദേഹം ചീഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികൾ തമ്മിൽ ബന്ധമുള്ള പൂർണ്ണമായൊരു അസ്ഥികൂടം അവിടെ അവശേഷിക്കും എന്നാണ്. മാംസം അഴുകിപ്പോയി കഴിഞ്ഞാൽ സന്ധിബന്ധങ്ങൾ വേർപെട്ട് അസ്ഥികൾ ഓരോന്നായി വേറിട്ടു പോകും. ശരീരത്തിലുള്ള 206 അസ്ഥികളും വെവ്വേറെയാകും. എല്ലുകൾ തമ്മിൽ കമ്പി കൊണ്ട് കോർത്തു കെട്ടിയ പൂർണ്ണമായ അസ്ഥികൂടം സിനിമയിലും പ്രദർശന സ്റ്റാളുകളിലും മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എല്ലുകളിൽ നിന്നും മാംസം ഏതാണ്ട് പൂർണ്ണമായും ദ്രവിച്ച് പോയിരുന്നു. അസ്ഥികൾക്ക് വലിയ ദുർഗന്ധവുമില്ലായിരുന്നു. തുറസായ സ്ഥലത്ത് വെയിലും മഴയും ഏറ്റുകിടക്കുന്ന ശവശരീരത്തിൽ നിന്നും മാംസം പൂർണ്ണമായും ദ്രവിച്ച് അസ്ഥി മാത്രമാകുവാൻ 1 മാസം മാത്രം മതിയാകും. എന്നാൽ ആ പാറയിടുക്കിൽ നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ശവശരീരം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തിൽ കൂടുതലായി കാണുമെന്ന് ഡോക്ടർ അനുമാനിച്ചു. ഡോക്ടർ എല്ലുകൾ എല്ലാം വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. എല്ലുകളുടെ പരിശോധനയിൽ നിന്നും ലിംഗഭേദം, പ്രായം, ഉയരം എന്നിവ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അസ്ഥികൂടത്തിൽ നിന്ന് കിട്ടുന്ന ഇടുപ്പെല്ലും തലയോടും പരിശോധിച്ചാൽ ഒരു ഫോറൻസിക് സർജന് ലിംഗവ്യത്യാസം വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും. തലയോടും ഇടുപ്പെല്ലും നോക്കിയപ്പോൾ തന്നെ മരിച്ചത് പുരുഷനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രായം കണ്ടെത്തലായിരുന്നു അടുത്ത നടപടി. പല്ലുകളുടെ എണ്ണം, ഘടന എന്നിവയും തലയോടിൻ്റെയും ഇടുപ്പെല്ലിൻ്റെയും മറ്റ് എല്ലുകളുടെയും വളർച്ച സൂക്ഷ്മമായി വിലയിരുത്തിയതിൽ നിന്നും മനസ്സിലായത് മരിച്ചത് ഒരു 16 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കൊച്ചു പയ്യനാണ്. കൈയുടെയും കാലിൻ്റെയും എല്ലുകളുടെ നീളത്തിൽ നിന്നും മരിച്ച ആളിൻ്റെ ഉയരം തിട്ടപ്പെടുത്താൻ ഒരു ഫോർമുലയുണ്ട്. കോൾ പിയേഴ്സൺ ഫോർമുല എന്നാണ് ഇതിന് പേര്. കാലിലെയും കൈയിലെയും അസ്ഥികളുടെ നീളത്തെ ഈ ഫോർമുല ഉപയോഗിച്ച് കൂട്ടിയും ഗുണിച്ചും നോക്കിയാൽ മരിച്ചയാളിൻ്റെ ഉയരം കൃത്യമായി കിട്ടും. ആ രീതിയിലുള്ള പരിശോധന കഴിഞ്ഞപ്പോൾ ഉയരം ഉദ്ദേശം 5 അടിയാണെന്ന് കണ്ടെത്തി. തലയോടിൻ്റെ പിൻഭാഗത്ത് ഒരു ചെറിയ സുഷിരം ഉണ്ടായിരുന്നു. തലയോട് കുലുക്കി നോക്കിയപ്പോൾ അകത്ത് എന്തോ ഉള്ളതായി തോന്നി. അത് സുഷിരത്തിലൂടെ ശ്രദ്ധിച്ച് പുറത്തെടുത്തു. ഒരു ചെറിയ വെടിയുണ്ടയായിരുന്നു. നാടൻ തോക്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഈയത്തിൻ്റെ ഒരു വെടിയുണ്ട. വെടിയുണ്ടയെടുത്ത് ഭദ്രമായി പൊതിഞ്ഞ് SP-യെ ഏൽപ്പിച്ചു. മറ്റെന്തെങ്കിലും തെളിവ് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു പിന്നീട്. വലതു കൈയുടെ എല്ല് തോളിന് താഴെ 2ആയി ഒടിഞ്ഞു മാറിയിരുന്നു. 2 എല്ലും കഷ്ണവും ചേർത്ത് വെച്ചപ്പോൾ വെടികൊണ്ട് തുളഞ്ഞതുപോലൊരു സുഷിരം അവിടെയും കണ്ടു. വെടിയേറ്റപ്പോഴാവണം അസ്ഥി ഒടിഞ്ഞത്. തലയ്ക്ക് വെടിവെച്ച ശേഷം രണ്ടാമത് വെച്ച വെടി ചെന്ന് തറച്ചത് വലതു കൈയിലാവണം. ഡോക്ടറിൻ്റെ നിഗമനത്തിനോട് SP പൂർണ്ണമായും യോജിച്ചു. അസ്ഥികൂടത്തിലെ വലതു കാലിൻ്റെ അസ്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മുമ്പെപ്പോഴോ ആ എല്ല് ഒടിഞ്ഞത് കൂടിച്ചേർന്നതുപോലെ കാണപ്പെട്ടു. ഒടിഞ്ഞ എല്ലുകൾ ചേരുന്നിടത്ത് അസ്ഥി ഒറ്റ പിടിച്ചതുപോലെ കാണപ്പെടും. അത് ഒരു വലിയൊരു വ്യത്യാസമാണത്. അങ്ങനെയുള്ളൊരു വ്യത്യാസമാണ് അവിടെയും കണ്ടത്. ഒടിവും കൂടിച്ചേരലും കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ലെന്ന് വ്യക്തമായി. ഇത്രയും ആയപ്പോൾ തന്നെ SP-യുടെ മുഖത്ത് തെളിച്ചം കണ്ടു. തെളിവ് വല്ലതും കിട്ടുമോ എന്ന ആശങ്കയിലായിരുന്നു തുടക്കം മുതലേ അദ്ദേഹം. സാരമില്ല, പരിശോധനകൾ കഴിയട്ടെ, നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനിടക്കാണ് വളരെ വിലപ്പെട്ട തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയത്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് SP ഉടനെ SI-യോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഊഹം ശരിയായിരുന്നു. അസ്ഥികൂടം കാണപ്പെട്ട പ്രദേശത്തു നിന്നും 6-7 കിലോമീറ്റർ അകലെയുള്ളൊരു വീട്ടിലെ പയ്യനെ കാണാനില്ലെന്ന് കുറച്ചുനാൾ മുമ്പ് അവൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഏകദേശം ഒരു 6 മാസം മുമ്പായിരുന്നു അത്. പോലീസ് പലയിടത്ത് അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല.
16 വയസ്സുള്ള മകൻ നാട് വിട്ടു പോയി കാണുമെന്നാണ് അവരും കരുതിയത്. അസ്ഥികൂട പരിശോധനയ്ക്ക് ശേഷം പോലീസും ഫോറൻസിക് സർജനായിരുന്ന ഡോക്ടർ ഉമാദത്തനും ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്നു. ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് കഴിഞ്ഞു വന്ന ആ സ്ത്രീയുടെ ഏക തുണയായിരുന്നു ആ മകൻ. ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു പുരുഷനുമായി ആ ഇടയ്ക്ക് അവർ ബന്ധം സ്ഥാപിച്ചിരുന്നു. അത് നാട്ടിൽ പാട്ടുമായിരുന്നു. ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ എന്ന് കരുതി ആരും ആ ഒരു വിഷയത്തിൽ ഇടപെട്ടതുമില്ല. ആ ഒരു ബന്ധം മകന് ഇഷ്ടമല്ലായിരുന്നു. അതിനിടയ്ക്കാണ് മകൻ നാട് വിട്ടത്. അമ്മയുടെ പുതിയ ബന്ധം ഇഷ്ടപ്പെടാതെയാണ് മകൻ നാട് വിട്ടതെന്ന് അമ്മയും വിശ്വസിച്ചു. നാട്ടുകാരും അതേപോലെ തന്നെ വിശ്വസിച്ചു. ഡോക്ടർ ആ സ്ത്രീയോട് മകൻ്റെ കാലിൽ എപ്പോഴെങ്കിലും ഒടിവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മരത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടാണ് ശരിയാക്കിയതെന്ന് അവർ പറഞ്ഞു. ആ സ്ത്രീ അന്നെടുത്ത എക്സ്റേ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവർ ആ എക്സ്റേ എടുത്ത് ഡോക്ടർ ഉമാദത്തിനെ കാണിച്ചു. വലത് മുഴങ്കാലിലെ അസ്ഥിയിൽ ഒരു ഒടിവ് കാണപ്പെട്ടിരുന്നു. അസ്ഥികൂടത്തിലെ എല്ലിൽ ഭേദമായ ഒരു ഒടിവ് ഉണ്ടായിരുന്നല്ലോ, അതേ സ്ഥാനത്ത് തന്നെയായിരുന്നു ആ ഒരു എക്സ്റേയിലെ ഒടിവും കാണപ്പെട്ടത്. വിധവയുടെ പുതിയ സംബന്ധക്കാരൻ ആരാണെന്ന് തിരക്കിയപ്പോൾ അയാളെ ഇപ്പോഴൊന്നും കണ്ടുകിട്ടില്ല എന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. കാട്ടിൽ വേട്ടയ്ക്കിറങ്ങിക്കാണും എന്നാണ് കോൺസ്റ്റബിൾമാരിൽ ഒരാൾ മറുപടി പറഞ്ഞത്. അപ്പോൾ വേട്ടക്കാരനോ? SP-യും ഡോക്ടറും മുഖത്തോട് മുഖം നോക്കിയിരുന്നു. കേസന്വേഷണം നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. പോലീസ് 4 വാർഡും തിരഞ്ഞു ഫോറസ്റ്റുകാരുടെയും കൂടി സഹായത്തോടു കൂടി അയാളെ കണ്ടെത്തി. കാര്യമായ ചോദ്യം ചെയ്യലൊന്നും കൂടാതെ തന്നെ അയാൾ എല്ലാ കുറ്റവും സമ്മതിച്ചു. കാമുകിയുമായുള്ള ബന്ധത്തിന് അവരുടെ മകൻ തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ അവനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കാട് കാണിക്കാമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് ചുട്ടിപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തലയ്ക്കാണ് ആദ്യം വെടിവെച്ചത്. വെടിയേറ്റവൻ താഴെ വീണു. പിന്നീട് ഒരു തവണ കൂടി അയാൾ വെടിവെച്ചു. പക്ഷെ അത് കയ്യിലാണ് കൊണ്ടത്. അയാൾ ആ മൃതശരീരം ചുമന്ന് ചുട്ടിപ്പാറയ്ക്കടുത്തുള്ള ആ ഒരു പാറയുടെ ഇടുക്കിൽ കൊണ്ടുപോയി ഇട്ടു. ഏകദേശം 6 മാസം മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്നാൽ പോലീസ് ആ തോക്ക് കണ്ടെടുത്തത് ആ വിധവയുടെ കിടപ്പുമുറിയിൽ നിന്നാണ്. ഭർത്താവിനെ പോലെ കഴിയുന്ന ഒരാളാണ് തൻ്റെ മകനെ കൊന്നതെന്ന് ആ സ്ത്രീ അപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. ഡോക്ടർ ഉമാദത്തൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നെടുത്ത ഒരു വനത്തിലെ അസ്ഥികൂടം എന്നൊരു അധ്യായമാണ് ഇവിടെ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമുണ്ടെന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി വരാമെന്ന ശുഭപ്രതീക്ഷയോടെ, ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ, താങ്ക്സ് ഫോർ വാച്ചിങ്.